നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി പത്മരാജൻ മലയാള സിനിമ കണ്ട ഏറ്റവും മഹാനായ സംവിധായകൻ, ചലച്ചിത്ര പ്രവർത്തകൻ, സാഹിത്യകാരൻ എന്നൊക്കെ 100,000 വിശേഷണങ്ങളാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പത്മരാജൻ സാറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. മികച്ച കലാസൃഷ്ടികൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുക വരും തലമുറയായിരിക്കും എന്ന് പറഞ്ഞു വെച്ച ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ശരിക്കും അക്ഷരം പ്രതി അത് ശരിയായിരുന്നു അല്ലേ? ഇന്നും പത്മരാജൻ്റെ സിനിമകൾ മലയാളികൾ നെഞ്ചോട് ചേർത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. അത്രത്തോളം ഇഷ്ടമാണ്. ഓരോ കഥാപാത്രങ്ങൾ ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും, ഓരോ സിനിമകളെക്കുറിച്ച് ചോദിച്ചാലും അറിയാൻ പറ്റും. അതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ കഥാ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ തന്നെ കഥാന്ത്യങ്ങൾ, എല്ലാ സിനിമകളുടെയും അവസാനം മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കഥാന്ത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ മണ്ണ് വിട്ടുപോകും. ഒരിക്കലും തിരിച്ചു വരവില്ലാത്തൊരു യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാകില്ല. സ്വന്തം മരണം ഇങ്ങനെ കുറിച്ചിട്ട് കഥയുടെ ഗന്ധർവൻ മടങ്ങിയിട്ട് 33 വർഷം. ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ഇരട്ടിയിലേറെ ഇന്ന് പത്മരാജനെ മലയാളികൾ കൊണ്ടാടുന്നു. ആ അക്ഷരങ്ങളെ, എടുത്തു വച്ച സിനിമകളെ വിട നൽകാതെ ചുംബിച്ചുകൊണ്ടേയിരിക്കുന്നു. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളത്ത് തുണ്ടത്തിൽ അനന്തപത്മനാഭ പിള്ളയുടെയും ഞവരയ്ക്കൽ ദേവകി അമ്മയുടെയും 6ാമത്തെ മകനായി അദ്ദേഹം ജനിച്ചു. മുതുകുളത്തെ ഒരു അഭിജാത നായർ കുടുംബമാണ് ഞവരയ്ക്കൽ തറവാട്. മുതുകുളത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദവും എടുത്തു. ഇതോടൊപ്പം തന്നെ മുതുകുളത്തുള്ള ചേപ്പാട് അച്യുതവാര്യരിൽ നിന്നും സംസ്കൃതവും സ്വായത്തമാക്കി. 1965 തൃശ്ശൂർ ആകാശവാണിയിൽ അനൗൺസറായി ചേർന്നു. 1986 വരെ ആകാശവാണിയിലെ ഉദ്യോഗം തുടർന്നു. സിനിമാ രംഗത്ത് സജീവമായതിനെ തുടർന്ന് ആകാശവാണിയിലെ ഉദ്യോഗം സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ സ്ഥിരതാമസമാക്കി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പത്മരാജൻ്റെ ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞു. കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മിസ് ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ചെറുകഥാസമാഹാരങ്ങളാണ് അപരൻ, പ്രഹേളിക, പുകക്കണ്ണട എന്നിവ. കഥാരചനയിലെ വൈഭവം നോവൽ രചനയിലേക്ക് പത്മരാജനെ ആകർഷിച്ചു. 1971 എഴുതിയ നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവൽ ഏറെ ശ്രദ്ധേയമായി. ആ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ കൃതിയിലൂടെ പത്മരാജൻ നേടി. പിന്നീട് വാടകയ്ക്കൊരു ഹൃദയം, ഇതാ ഇവിടെ വരെ, ശവവാഹനങ്ങളും തേടി തുടങ്ങിയ നോവലുകൾ പ്രസിദ്ധീകരിച്ചു. ഉദകപ്പോള, മഞ്ഞുകാലം നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും തുടങ്ങിയ നോവലുകൾ ചലച്ചിത്ര രംഗത്ത് പ്രസിദ്ധനായതിനു ശേഷം രചിച്ചവയാണ്. പെരുവഴിയമ്പലം, രതി നിർവേദം തുടങ്ങിയവയാണ് പത്മരാജൻ്റെ പ്രശസ്തമായ മറ്റ് നോവലുകൾ. 1975 എഴുതിയ പ്രയാണമാണ് പത്മരാജൻ്റെ ആദ്യ തിരക്കഥ. ഭരതൻ്റെ സംവിധാനത്തിൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാള മധ്യവർത്തി സിനിമയുടെ ചുക്കാൻ പിടിച്ച ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിനും ഈ ചിത്രം തുടക്കം കുറിച്ചു. ഭരതൻ്റെയും KG ജോർജിൻ്റെയും കൂടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്കായി ഒരു സിനിമാ വിദ്യാലയം പത്മരാജൻ തുടങ്ങുകയുണ്ടായി. ഇത് കലാസിനിമയെയും വാണിജ്യ സിനിമയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാനുള്ളതായിരുന്നു. ഭരതനുമായി ചേർന്ന് പത്മരാജൻ പ്രവർത്തിച്ചിട്ടുള്ള സിനിമകളെല്ലാം സമാന്തര സിനിമകളുടെയും വാണിജ്യ സിനിമകളുടെയും ഇടയിൽ നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ മധ്യവർത്തി സിനിമ എന്ന് അറിയപ്പെടുന്നു. ലൈംഗികതയെ അശ്ലീലമാക്കാതെ കാണിക്കുവാനുള്ള ഒരു കഴിവ് ഇരുവർക്കുമുണ്ടായിരുന്നു. 36 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ പത്മരാജൻ 18 ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഞാൻ ഗന്ധർവൻ എന്ന തൻ്റെ ചിത്രത്തിൻ്റെ പ്രിവ്യൂ കാണാനായി കോഴിക്കോട്ടെത്തിയ പത്മരാജനെ 1991 ജനുവരി 24 രാവിലെ അവിടുത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 46 വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉറക്കത്തിലുണ്ടായ ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. ചലച്ചിത്ര ലോകത്തെ വളരെയധികം ഞെട്ടിച്ച ആ വേർപാട് ഇന്നും മലയാള സിനിമയുടെ തീരാനഷ്ടമായി അവശേഷിക്കുന്നു.